വെടിനിർത്തൽ അംഗീകരിച്ച് ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിൻവാങ്ങി തുടങ്ങി. 2 വർഷം നീണ്ട രൂക്ഷ യുദ്ധത്തിന് ശേഷമാണ് ഈ പിന്മാറ്റം. വെനിസ്വേലയിലെ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോയ്ക്ക് ഈ വർഷത്തെ സമാധാന നോബൽ പ്രഖ്യാപിച്ചു. ബീഹാർ 1ാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു. 121 മണ്ഡലങ്ങളിലാണ് ഇതനുസരിച്ച് ആദ്യ വോട്ടെടുപ്പ് നടക്കുക. മുനമ്പത്തെ ഭൂമിയിൽ വഖഫ് ബോർഡിന് അവകാശമില്ല എന്ന് ഹൈക്കോടതി വിധി പറഞ്ഞു. 69 വർഷം മുമ്പ് ഇഷ്ടദാനമായി നൽകിയ ഭൂമി 2011 വഖഫ് ഭൂമിയായി വഖഫ് ബോർഡ് പ്രഖ്യാപിച്ചത് നിയമവിരുദ്ധമാണെന്ന് കോടതി വിലയിരുത്തി. ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളപ്പടിയിലെ സ്വർണ്ണപ്പാളികളും ചെമ്പെന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിലേക്ക് കടത്തിയെന്ന് വിജിലൻസിന്റെ നിരീക്ഷണം. ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് ഇതെല്ലാം ചെയ്തതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വിജിലൻസ് കണ്ടെത്തി. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് പരീക്ഷകളിൽ ഫുൾ മാർക്ക്. അവർ ഇനി ഒരു ക്വിസ് ഗെയിം പോലെ പരീക്ഷകളെ ഇഷ്ടപ്പെടും. വിദ്യാർത്ഥികൾക്കിടയിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് എക്സാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാൻ പ്ലേ സ്റ്റോറിൽ ഗ്ലോബൽ ഗേറ്റ്വേ എന്ന് ടൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കുവാൻ ഈ നമ്പറിൽ ബന്ധപ്പെടാം. പേരാമ്പ്ര ടൗണിൽ UDF പ്രതിഷേധ പ്രകടനത്തിന് നേരെ പോലീസ് ലാത്തിചാർജ് നടത്തിയതിൽ ഷാഫി പറമ്പിൽ MPക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രി 7:30യോടെയായിരുന്നു സംഭവം. ശസ്ത്രക്രിയക്കിടെ നെഞ്ചിനുള്ളിൽ കുരുങ്ങിയ ഗൈഡ് വയർ പുറത്തെടുക്കാനുള്ള പരിശോധന പരാജയപ്പെട്ടു. കാട്ടാക്കട കിള്ളി സ്വദേശിനി സുമയ്യയുടെ നെഞ്ചിനുള്ളിലാണ് ഗൈഡ് വയർ കുരുങ്ങിയത്. മുഖ്യമന്ത്രിയെ കണ്ട് പരാതിപ്പെടുമെന്ന് സുമയ്യയുടെ കുടുംബം പറഞ്ഞു. നെയ്യാറ്റിൻകര പെരുമ്പഴുതൂരിൽ സലിതകുമാരി പൊള്ളലേറ്റ് മരിച്ചത് അപകടമല്ല ആത്മഹത്യയാണെന്ന പോലീസ് റിപ്പോർട്ടിന് പുറകെ DCC ജനറൽ സെക്രട്ടറി ജോസ് ഫ്രാങ്ക്ലിൻ അമ്മയെ നിരന്തരം ശല്യപ്പെടുത്തിയതിനെ തുടർന്നാണ് ഈ ദുരന്തമെന്ന് സലിതകുമാരിയുടെ മകൻ രാഹുൽ ആരോപിച്ചു. കുട്ടികളുടെ ആധാർ പുതുക്കൽ സൗജന്യമാക്കി സർക്കാർ. 5 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ സൗജന്യമെന്ന് സംസ്ഥാന IT മിഷൻ അറിയിച്ചു. DGP റാങ്കിലുള്ള MR അജിത് കുമാർ IPSനെ ബെവറേജസ് കോർപ്പറേഷൻ ചെയർമാൻ എന്ന തസ്തിക സൃഷ്ടിച്ച് നിയമിച്ചു. ബെവറേജസ് MD-ആയി ഹർഷിത അട്ടല്ലൂരി IPS തുടരും. 6000 കോടി കൂടി കടമെടുക്കാൻ അനുവദിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു. പിൻവാതിൽ നിയമനം നേടിയ വനിതാ മിനിസ്റ്റീരിയൽ വിഭാഗം താൽക്കാലിക ജീവനക്കാരെ KSRTC പിരിച്ചുവിട്ടു. ഇവരെ സംരക്ഷിക്കാനാകില്ലെന്ന് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു. ശബരിമലയിൽ യോഗദണ്ഡും രുദ്രാക്ഷമാലയും സ്വർണം കെട്ടാനുള്ള ചുമതല മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാറിന്റെ മകന് നൽകിയ വിവരം പുറത്തുവന്നു. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് അനുവദിച്ച 52 വാഹനങ്ങളുടെ പാസിംഗ് ഔട്ട് ഇന്നലെ നടന്നു. ആളും ആരവവും കുറഞ്ഞുപോയി. ഉദ്യോഗസ്ഥർ വാഹനങ്ങളിൽ AC ഇട്ടിരുന്നു എന്നൊക്കെ ശകാരിച്ച് ആദ്യ പാസിംഗ് ഔട്ട് മന്ത്രി ഗണേഷ് കുമാർ സ്വയം റദ്ദാക്കിയിരുന്നു. പകരം വീട്ടലായി ഇന്നലത്തെ പാസിംഗ് ഔട്ട്. 3 മണിക്കൂർ അടുപ്പിച്ച് ഉദ്യോഗസ്ഥരെ പൊരി വെയിലത്ത് നിർത്തിയ ശേഷമാണ് ചടങ്ങ് നടന്നത്. പലരും വെയിലത്ത് കുഴഞ്ഞു വീണു. സ്വർണ്ണപ്പാളി വിവാദത്തെ തണുപ്പിക്കാനാണ് നടന്മാർക്കെതിരെ വാഹനം കടത്തിയെന്ന വാർത്ത വലുതാക്കുന്നതെന്ന് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ആരോപിച്ചു. വിവാദത്തിന് മറയിടാൻ തൻ്റെ വാക്കുകളെയും മാധ്യമങ്ങൾ ആയുധമാക്കുന്നുവെന്ന് മന്ത്രി പിന്നീട് പറഞ്ഞു. തൃശൂർ ചേർപ്പിൽ കൈവിലങ്ങുമായി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട ഇരട്ടക്കൊലക്കേസ് പ്രതി ഉൾപ്പെടെ 4 പേരെ തൃശൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. റോഡിൽ കെട്ടിയിരുന്ന കയറിൽ തട്ടി ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് സുരേഷ് ഉത്തമൻ എന്നയാൾ മരിച്ചു. ഇന്നലെ വർക്കല മുണ്ടയിൽ ക്ഷേത്രം റോഡിലായിരുന്നു സംഭവം. വാർത്തകൾ ഇതുവരെ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.